തൃശൂർ ലോ കോളേജിൽ KSU SFI സംഘർഷം. കഴിഞ്ഞ ദിവസങ്ങളിൽ KSU പ്രവർത്തകർ സ്ഥാപിച്ച കൊടിമരം SFI പ്രവർത്തകർ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. കൊടിമരം നശിപ്പിച്ചതിൽ കോളേജിലും പോലീസിലും KSU പരാതി നൽകിയിരുന്നു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, അവിടുത്തെ നിലവിലത്തെ സാഹചര്യം എന്താണ്? സംഘർഷാവസ്ഥ ഇപ്പോഴും ഉണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? സംഗീത, വൈകിട്ട് 5:45 കോളേജ് ക്യാമ്പസിനുള്ളിൽ വെച്ച് തന്നെ ഈ ഇരുവിഭാഗം വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത്. ഒക്ടോബർ 10 കോളേജിലെ യൂണിയൻ ഇലക്ഷൻ ആയിരുന്നു. യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU ഭാരവാഹികൾ വിജയിക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതരായിട്ടാണ് SFI പ്രവർത്തകർ ആക്രമിച്ചത് എന്നുള്ളതാണ് KSUവിന്റെ ആരോപണം. ഒക്ടോബർ 10 ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കോളേജ് പരീക്ഷയ്ക്കായി അടച്ചിരുന്നു. പരീക്ഷകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ക്ലാസ് ആരംഭിച്ചത്. ഇതിനെ തുടർന്ന് ഇരുവിഭാഗങ്ങളും തമ്മിൽ ഈ ഇലക്ഷന്റെ പേരിൽ വാക്കുതർക്കം ഉണ്ടാവുകയും KSUവിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട വരുൺ ഗ്യാരി, ബോബൻ, ദീപക്, രുദ്രൻ തുടങ്ങിയവരെ SFIക്കാർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതുമാണ് KSUവിന്റെ ആരോപണം. SFI പ്രവർത്തകരായ സഹിൽ, മിഥുൻ സഹദ് എന്നിവർക്കും ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റു. രണ്ടു കൂട്ടരും പോലീസിൽ പരാതി നൽകി. തുടർന്ന് തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ഇരുവിഭാഗവും അഡ്മിറ്റ് ആയിരിക്കുകയാണ്. വിദ്യാർത്ഥി സംഘർഷം ഉണ്ടായതിന് പിന്നാലെ തന്നെ അധ്യാപകർ ഇടപെട്ട് ഇരുവിഭാഗം വിദ്യാർത്ഥികളെ പിരിച്ചുവിടുകയും പോലീസ് ക്യാമ്പസിലേക്ക് എത്തുകയുമായിരുന്നു. തുടർന്നാണ് സംഘർഷം നിയന്ത്രിച്ചതും വിദ്യാർത്ഥികളെ കോളേജിന് പുറത്താക്കി ഗേറ്റ് അടച്ചതായി പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുള്ളതും. സംഗീത. ശരി ലെവിൻ.